നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങളിലൊന്നാണ് ബാലുശ്ശേരി. യുവ സ്ഥാനാർത്ഥികൾ 3 മുന്നണികൾക്കുമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിക്കഴിയുകയും ചെയ്തിരിക്കുന്നു. നമുക്കൊപ്പം എൻഡിഎയുടെ സ്ഥാനാർത്ഥി CP സതീഷാണ് ഉള്ളത്. വലിയൊരു പോരാട്ടമാണ് ഇത്തവണ. കുറച്ച് നാളുകളായി തന്നെ BJP ജില്ലയിൽ സ്വാധീനം വർദ്ധിപ്പിച്ചു വരികയുമാണ്. എങ്ങനെയാണ് ബാലുശ്ശേരിയിലെ ഒരു സാധ്യതകൾ? ബാലുശ്ശേരിയിൽ പ്രത്യേകിച്ച് നമ്മൾ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പല വിഷയങ്ങൾ ബാലുശ്ശേരിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പല വിഷയങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒട്ടനവധി വിഷയങ്ങൾ ബാലുശ്ശേരിയിലുണ്ട്. ഇപ്പം അടിസ്ഥാനപരമായിട്ട് വിഷയങ്ങളുണ്ട്, വികസനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ. കാരണം ബാലുശ്ശേരിയിലെ നമുക്കറിയാം, ബാലുശ്ശേരി ടൌണിലെ ഗതാഗതം കഴിഞ്ഞ വർഷം LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗതാഗത കുരുക്കിന് അവസാനം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഒന്ന് വന്ന് നോക്കിയാൽ കാണാം ഗതാഗത കുരുക്ക് എങ്ങനെയുണ്ട് എന്ന്. വൈകുന്നേരമായി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ആ ബാലുശ്ശേരി ടൌണിൽ. അതേപോലെ അത്തോളി പഞ്ചായത്തിൽ, അത്തോളിയിലെ ഗതാഗത കുരുക്കും വലിയ തലവേദനയാണ്. ഒരു ആൾക്ക് ഇനി ഒരു അസുഖം വന്നു പോയാൽ പോലും മണിക്കൂറുകളോളം കാത്തുകെട്ടി കിടക്കേണ്ട ഒരു സാഹചര്യമാണ് അത്തോളിയിലുള്ളത്. ഒരു ഇടതുകോട്ട എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും പേരാമ്പ്ര, ബാലുശ്ശേരിയൊക്കെ ഈ ഒരു ഭാഗത്തെ ഇടങ്ങളിൽ ഈ കോട്ടകൾ പൊളിക്കുക എന്നത് ദുഷ്കരമല്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഇടതുപക്ഷ കോട്ടകൾ എന്ന് പറയുന്നത്, ഈ കോട്ട കൊത്തളങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. BJPയുടെ മുന്നേറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പോലുള്ള MP വിജയിക്കാൻ സാധിച്ചത്. അങ്ങനെ എവിടെ നോക്കിയാലും BJPയുടെ മുന്നേറ്റം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് കേരളത്തിൽ നമുക്ക് നോക്കി കാണാം. എത്ര അന്ന് മുതൽ ഇന്ന് വരെ CPM നേതൃത്വത്തിലുള്ള മുന്നണി ഭരിച്ചത്. എന്തുപറ്റി? ഇപ്പം BJPയുടെ ശക്തമായ മുന്നേറ്റം നടത്തി അവിടെ BJP അധികാരത്തിലെത്തി. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അതൊക്കെ അപ്രസക്തമായിട്ടുണ്ട്. കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ജനങ്ങൾ തിരസ്കരിച്ചു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ CPMകാരാണ് BJPക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് വരുന്നത്. ഏത് വോട്ടിംഗ് പാറ്റേൺ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവിടെയെല്ലാം CPMന്റെ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടാവും. അതോടൊപ്പം BJPക്ക് ശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉടനീളം കാണുന്നത്. എത്ര ആളുകൾ ഈ പ്രാവശ്യം പറയാറില്ലേ, ഞങ്ങളെടുത്ത് നിന്ന് അങ്ങോട്ട് ആരും പോകാറില്ല, CPM വിട്ട് BJPയിലേക്ക് പോകല്ല, കോൺഗ്രസുകാരാണ് BJPയിലാണ്. ഈ പ്രാവശ്യം സംഭവിച്ചെന്താ? S രാജേന്ദ്രനെ പോലെയുള്ള CC മുകുന്ദനെ പോലെയുള്ള MLAമാരായിട്ടുള്ള ആളുകൾ BJPയിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ്? കാലം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാലത്തിന്റെ ചുവരെഴുത്ത് അവർ വായിച്ചുകൊണ്ട് BJPക്ക് അനുകൂലമായി ചിന്തിക്കും. ഇത് നാട്ടിലും ബാലുശ്ശേരിയിലും ഉറപ്പാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ MLA ആയിട്ടുള്ള അയാളെ ഇപ്പൊ ഈ ബാലുശ്ശേരിക്കാർ കാണാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു 5 മാസമായിട്ടുള്ളൂ. ഇപ്പൊ ആ വാഹനം എപ്പോഴാണ് കാണാൻ തുടങ്ങിയത്? ഇപ്പോ കല്യാണ വീട്ടിലും മരിച്ച വീട്ടിലൊക്കെ വരുന്നുണ്ട്. 4.5 വർഷക്കാലം അദ്ദേഹം നല്ല ഉറക്കിലായിരുന്നു. അത് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ശക്തമായിട്ട് എതിർപ്പ് ആ സ്ഥാനാർത്ഥികൾ. കോട്ടയുടെ കാര്യങ്ങളൊക്കെ പഴങ്കഥകളായി മാറി. ആ കോട്ട കൊത്തളങ്ങളൊക്കെ ഈ പ്രാവശ്യം ഞങ്ങൾ തച്ചുതകം. അതിലൊരു സംശയമില്ല. BJPക്ക് ഇവിടെ നിന്നും ഒരു MLA ഉണ്ടാവും. അതിലൊരു സംശയവും വേണ്ട. ഈ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെയും വലിയ പ്രചാരണമാണ് BJP നടത്തിയത്. അത് ഏതാണ്ട് വിജയത്തിലെത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുകയും ചെയ്തു. ഇല്ലേ? അല്ല, ഭാര്യക്കെതിരെയുള്ള പ്രചരണം BJP നടത്തി എന്ന് പറയരുത്. അതില് വസ്തുതാവിരുദ്ധമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു KSRTC ഡ്രൈവർ നടു റോഡിൽ തടഞ്ഞു വെക്കുന്നു. ഈ MLAയും ഭാര്യയും കൂടി അദ്ദേഹത്തെ തെറി വിളിക്കുന്നു. ഈ മാലോകരം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പ്രചരണമൊന്നല്ല, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ട കാര്യമാണ്. അതിനെതിരെയുള്ള ഒരു വികാരം ഈ ബാലുശ്ശേരി മണ്ഡലത്തിൽ അഹങ്കാരവും ധിക്കാരവും ഒന്നും ഈ നാട്ടിലെ ജനങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല. ഇത് ബാലുശ്ശേരിയുടെ മണ്ണാണ്. ഇതിനൊരു സംസ്കാരവും പൈതൃകവും ഉണ്ട്. ആ പൈതൃകവും സംസ്കാരം ബാലുശ്ശേരിക്കാർ എന്നും കാത്തു സൂക്ഷിക്കും. അതിൽ യാതൊരു സംശയമില്ല. ആര്യകൂടി പ്രചരണത്തിന് എത്തുമായിരിക്കും. കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ആര്യകൂടി എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. ഞങ്ങൾക്ക് ആര്യകൂടി എത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഞങ്ങൾക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ സഹായമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, ആര്യ വന്നാൽ എതിരായി വോട്ട് ചോരുമെന്നാണോ? അല്ലല്ല, ആര്യ വരണം, പ്രചരണത്തിന് ഇറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആര്യ ചേച്ചി ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇത്രയൊക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ആളെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ഒന്ന് കാണണമെന്നുണ്ട്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാവും. ഞങ്ങൾക്ക് അതുകൊണ്ട് വളരെ സന്തോഷമാണ്. ആര്യ ഞങ്ങളാണ് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നത്. വന്നു കഴിഞ്ഞാലുള്ള ഗുണം BJPക്ക് കിട്ടും. അതിലൊരു സംശയവും വേണ്ട. ഈ എലത്തൂരിൽ താങ്കൾ നേരത്തെ പദവിയിൽ വഹിച്ചിരുന്ന ആളാണ്. അവിടെ
നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അല്ലെ? കോഴിക്കോട് നോർത്തിൽ വോട്ടുകൾ കൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണോ? എ ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം കോഴിക്കോട്? എ ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണം കോഴിക്കോട് വർദ്ധിക്കുക മാത്രമല്ല, BJP കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ 2020 നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ എ ക്ലാസ് മണ്ഡലങ്ങൾ ഈ പ്രാവശ്യം വിജയപ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ള ചോദ്യം ചോദിച്ച കാലം കഴിഞ്ഞു. ഈ പ്രാവശ്യം BJP ജയിക്കാൻ വേണ്ടിയുള്ള മത്സരമാണ്. മോദിജിയും അമിത്ഷായും നിതിൻ നബീലൊക്കെയുള്ള നേതൃത്വം ശക്തമായിട്ട് പറഞ്ഞത് വിജയിച്ചു വരണം എന്നാണ് പറഞ്ഞിട്ട് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ രാവിലെ 6 മണി മുതൽ പ്രചരണ രംഗത്തുണ്ട്. രാത്രി 12-1 മണിക്കാണ് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തുന്നത്. അതുവരെ ശക്തമായിട്ടുള്ള പ്രചരണം താഴെ തട്ടിൽ, ഡൗൺ ടു എർത്ത് ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണ്. ആ സമ്പർക്കം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഒട്ടനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്നു. അവരുടെ ആവലാതികളൊന്നും കേൾക്കാൻ ആരുമില്ല. അതൊരു MLA ഉണ്ടായിട്ട് പോലും അതൊന്നും ആരും ചെവിക്കൊണ്ടിട്ട ഈ നാട്ടിലെ ജനങ്ങളെ ചെവിക്കൊണ്ടിട്ടാം. മറ്റൊന്ന്, ബാലുശ്ശേരിക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ബാലുശ്ശേരി കോട്ടയിലെ സ്വർണ്ണ മോഷണം. 22 പവനോളം സ്വർണം മോഷ്ടിച്ചിട്ടുള്ള TT വിനോദ് എന്നൊരു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ 5 മാസമായിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ വലിയ പ്രക്ഷോഭം, ഞങ്ങളുടെ വലിയ ആ എക്സിക്യൂട്ടീവ് ഓഫീസറെ ഗരാബ് ചെയ്തു. BJP ആ പ്രശ്നങ്ങൾ ഇടപെട്ടു, വിഷയങ്ങളാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന്റെ പേരിലാണ് FIR ഇട്ടിട്ട് 5 മാസമായിട്ടും ഈ വിനോദനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. നാട്ടിൽ ഇവിടെ CPM-കാരും പറയുന്നു വിനോദൻ കോൺഗ്രസ്സുകാരനാണെന്ന്, കോൺഗ്രസ്സുകാരും പറയുന്നു വിനോദൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒന്നെന്താ വെച്ചാൽ നാട്ടിൽ വിനോദൻ അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്, പക്ഷെ അത് അയാളുടെ സർവീസ് സംഘടന എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമാണ്. അപ്പൊ ഇവരെ തമ്മിലുള്ള തർക്കം എന്താ, ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനോ ആണോ എന്നില്ല. പക്ഷെ BJP-യെ സംബന്ധിച്ചോളം ദേവന്റെ കട്ട മുതൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ MLA ഈ പ്രശ്നത്തിൽ ഇടപെട്ടോ? നാട്ടിലെ ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണ ഉരുപ്പടികളൊക്കെ ദേവന് സമർപ്പിക്കുക. അവരുടെ വിശ്വാസമാണ്, ഓലൊരു ഹൃദയമാണ്, മനസ്സാണ് അത് കൊണ്ടുകൊടുക്കുന്നത്. അത് മോഷ്ടിച്ചെടുത്ത ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലാത്തത് ഈ നാട്ടിലെ വിശ്വാസികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പം വിജയം തന്നെയാണ്. വിജയത്തിൽ കുറഞ്ഞ ഒന്നുമില്ല. ഇത് കണ്ടില്ല, എന്റെ സഹപ്രവർത്തകരാണ് രാവിലെ മുതൽ ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാ, പിഞ്ചു കുട്ടികളടക്കം ഞങ്ങളെ കാത്തിരിക്കുകയാണ്. അത്രയും ഹൃദയ വായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിജയം എന്നതിലപ്പുറം വേറൊന്നും ഞങ്ങൾക്ക് ചിന്തിക്കാനില്ല. എന്തായാലും വിജയം മാത്രമാണ് BJP സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. ഒപ്പം മുൻ മേയർ തിരുവനന്തപുരത്തെ ആര്യ രാജേന്ദ്രനെ മണ്ഡലത്തിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.